ഹലോ, എല്ലാവർക്കും സ്പോയിലർ അലർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടന്നു വരുന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു നേർചിത്രമാണ് എന്ന് ഈ സിനിമയെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. സാമ്പത്തികമായും ജാതീയമായും തൊഴിൽപരമായും ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന അഭിമാനക്ഷതം, അത്തരം അഭിമാനക്ഷതങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്ന ദുരഭിമാന കൊലകൾ തുടങ്ങിയ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമയിലെ കൊലപാതകം, ദുരഭിമാന കൊല നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന ദുരഭിമാനത്തിൽ നിന്നും ഒരു കള്ളക്കേസ് കൊടുത്ത് ഒരു യുവാവിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു തീമാണ് ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. അത്തരമൊരു സംഭവത്തെ എങ്ങനെ നിയമവും നീതിന്യായ പീഠവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടന്റാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ജാതിയിൽ താഴ്ന്ന, തൊഴിലിൽ താഴ്ന്ന ഒരു കുടുംബത്തിലെ പയ്യൻ സാമ്പത്തികമായ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലുള്ള ഒരു ധാരണ. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും ന്യൂനപക്ഷങ്ങളായ ആളുകൾക്കും വനിതകൾക്കും ജാതിപരമായി സമൂഹം താഴെത്തട്ടിൽ വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നിയമപരമായി അവർക്ക് പരിരക്ഷ നൽകുക എന്നുള്ള സതുദ്ദേശപരമായിട്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഇതൊക്കെ വളരെ കർശനമായി എതിർക്കപ്പെടേണ്ടതും ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടതുമാണ്. വളരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത്തരം നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ആളുകൾ. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തി മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു തീമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വളരെ സ്വാഭാവികമായിട്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രണയം, ആ പ്രണയം പെൺകുട്ടിയുടെ വീട്ടിലെ ഒരു ബന്ധു അറിയുമ്പോൾ അവരിലുണ്ടാകുന്ന അഭിമാനക്ഷതം, ആ അഭിമാനക്ഷതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു യുവാവിനെതിരെ കള്ളക്കേസുണ്ടാക്കി പോസ്കോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കൈക്കൂലി പോലീസിനായാലും വക്കീലിനായാലും ഡോക്ടർക്കായാലും പല ആളുകൾക്കും, പല ഘട്ടത്തിലുള്ള ആളുകൾക്കും സാമ്പത്തിക ഓഫർ നൽകി തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുകയാണ്. അത് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ സിനിമയിൽ അവർ വരച്ച് കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രതിയാക്കപ്പെടുന്ന പയ്യന് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീലിനെ വരെ അവർ വിലക്കെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവസാനം ഒരു വഴിയുമില്ലാതെ ഒരാളുടെ നിർദ്ദേശപ്രകാരം അവരൊരു വക്കീലിനെ പോയി കാണുകയാണ്. ആ വക്കീലും ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കി, ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഇത് ഏറ്റെടുത്താലും വിജയിക്കാൻ പോകുന്നില്ല. അവർ ആ വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്ന അവസാന നിമിഷങ്ങളിലാണ്. ഇതിൻ്റെ അന്ത്യവിധി വരാൻ 3-4 ദിവസമുള്ള സമയത്താണ് അവർ ചെല്ലുന്നത്. അതൊരു കാര്യം. ആ വക്കീൽ വരെ കൈവഴിയാണ്. അപ്പോൾ അതിൽ ആ വക്കീലിൻ്റെ ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്, ആൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ അഡ്വക്കേറ്റ് ഈ കേസ് താൻ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കുകയും സീനിയർ വക്കീലിനോട് അറിയിക്കാതെ ഇവർക്ക് വേണ്ടി കേസ് പോയി വാദിക്കുകയാണ്. അപ്പോൾ അത് പല ഇത്തരം സിനിമകളിലുള്ള പോലെ ഒരുപാട് തെളിവുകൾ നിരത്തി അവസാനം ഈ പയ്യന് അനുകൂലമായിട്ട് വിധി വരുന്നത് ആണ് സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, തങ്ങൾക്ക് എതിർപ്പുള്ള ആളുകൾ, സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ജാതിപരമായിട്ടായാലും താഴ്ന്നു നിൽക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി ഉയർന്ന തലത്തിലുള്ള ആളുകൾ ഈ നാട്ടിൽ ചെയ്തു വരുന്ന കാര്യങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഈ സിനിമയിലുള്ള ചില ആ വക്കീലിൻ്റെ വാദങ്ങളായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ചില അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ വക്കീൽ പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പോസ്കോ മൂലം ഈ പെൺകുട്ടി പീഡിപ്പിച്ചു എന്നാണല്ലോ ആരോപണം. യഥാർത്ഥത്തിൽ അവിടെ പീഡനം നടക്കുന്നില്ല, പക്ഷെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. അപ്പോൾ ഈ വക്കീൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലെ ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സിനിമ കാണുന്ന ആവേശത്തിൽ ആരും അത് ശ്രദ്ധിക്കണമെന്നില്ല, ചൂണ്ടിക്കാണിക്കണമെന്നില്ല. അതിലാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഈ പോസ്കോ കേസ് എടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം ആളുകളുടെയും ഒരു വാദഗതിയാണ്. അതല്ലാതെ പല ആളുകളും ഇത്തരം വാദഗതികളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പെൺകുട്ടിക്ക് 10 ദിവസം കഴിഞ്ഞാൽ 18 വയസ്സ് തികയും. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. ഈ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും പോക്സോ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ചെയ്ത വ്യക്തിക്ക് ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. ആൾ ചോദിക്കുന്നൊരു ചോദ്യം, 10 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഈ ശിക്ഷ അവർക്ക് കിട്ടുമോ? അതല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് 17 വയസ്സും 364 ദിവസമായി,
ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ശിക്ഷ ഒരു ദിവസം കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ആ ശിക്ഷാവധിയുടെ സ്വഭാവം മാറുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് കാര്യത്തിനും വെക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മൾ 18 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചു. അപ്പോൾ ചോദിക്കുകയാണ് 17 വയസ്സ് ഒരു ദിവസം കൂടി ആവണ സമയത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പലർക്കും ചോദിക്കാം. അല്ലെങ്കിൽ PSC എക്സാമിന് അപേക്ഷിക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് ഇപ്പോൾ അപേക്ഷിച്ചാൽ എന്താ? അപ്പോൾ നമ്മൾ എന്ത് നിയമം കൊണ്ടുവരികയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് റൂള് കൊണ്ടുവരികയാണെങ്കിലും അതിനൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്, അതിന് ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അപ്പോൾ ഈ പോസ്കോ ആക്ട് ആയാലും എന്ത് ആക്ട് ആയാലും നമുക്ക് അതിനെ കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വെക്കണം. അപ്പോൾ നമ്മൾ 18 വയസ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞാൽ ആ പ്രതി കുറ്റക്കാരനും, ഒരു ദിവസം കഴിഞ്ഞ് സംഭവിച്ചാൽ കുറ്റക്കാരനും അല്ല. അതെന്ത് നീതിയെന്ന് ചോദിക്കണതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. പക്ഷേ ആ സിനിമയിൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്. ഈ പ്രതിയാക്കപ്പെട്ട പയ്യൻ കുറ്റം ചെയ്യുന്നില്ല. ഞാൻ ആ വക്കീൽ പറഞ്ഞ വാചകം വെച്ചുള്ള ആ ഒരു കാര്യം, അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ചൂണ്ടിക്കാണിച്ചതാണ്. എന്തൊക്കെ തന്നെയായാലും ഈ സിനിമ വളരെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ചബിൾ ഫിലിമാണ്. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ശക്തമായ നിയമങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ, തങ്ങളെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണം. പരമാവധി നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്.